ഈ MS സൊല്യൂഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലേ, മിക്ക ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അത് സൈലത്തിൻ്റെയും പിന്നെ ഈ MS സൊല്യൂഷൻ വേറെ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ, പിന്നെ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് തരുന്ന ക്ലാസ് MS സൊല്യൂഷനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഹായ് എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ MS സൊല്യൂഷനിലുണ്ടായ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുൻപേ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, അതായത് എക്സാം റിസൾട്ടൊക്കെ വന്ന ടൈം എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിയില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നാലും സാരില്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ 10th സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഞാൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഇനി +1ലേക്കാണ്. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സൈലം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആപ്പിൽ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനിടക്ക് ഒരു ഓഫ്ലൈൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ MS സൊല്യൂഷനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടീച്ചേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ, അതായത് നമ്മളെ സിലബസിൽ ഉള്ളതും അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആദ്യം പറയുന്നതെന്ന് വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ലൈക്ക് ലാസ്റ്റ് എനിക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്, അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സൈലത്തിൽ ചേർന്ന് പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ടൈമിലാണ് ഞാൻ MS സൊല്യൂഷൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അതും MS സൊല്യൂഷൻ ഭയങ്കര ഹൈപ്പാണ്. കാരണം ലൈക്ക് ഞാൻ കേട്ടതാണ്, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ലൈക്ക് അവർ പറഞ്ഞത് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും പ്രഡിക്റ്റ് ചെയ്തത് അവർ പറഞ്ഞത് വരുന്നുണ്ട് എന്നുള്ളത് എക്സാമിന്. അപ്പോൾ അതൊക്കെ കേട്ട് ഞാനും വിചാരിച്ചു എന്നാൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ലൈക്ക് നമുക്ക് നല്ലതാണെങ്കിൽ അടിപൊളിയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേർന്നു. RMS ബാച്ച്, അവരുടെ ലാസ്റ്റ് ബാച്ചിലാണ് ഞാൻ ചേർന്നത്. 500 rupees ആയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ മോഡൽ എക്സാമിൻ്റെ ടൈമിന് ലൈക്ക് ക്ലാസ്സൊക്കെ കണ്ടു. പിന്നെ ലാസ്റ്റ് അതിന് ശേഷം അവർ ബാച്ച് തുടങ്ങി. ആ ബാച്ചിൽ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത് അവർ പിന്നെ മോഡൽ എക്സാമിന് അവർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡൽ എക്സാമിന് എനിക്കങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും കുഴപ്പമില്ല, ലൈക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാച്ചിലും കൂടി ചേർന്നു, RMS ബാച്ചിൽ. അത് കഴിഞ്ഞ് അവർ ക്വസ്റ്റ്യൻസൊക്കെ ലൈക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ബാച്ചിലും യൂട്യൂബ് ചാനലിൽ അവർ ക്ലാസ് ഇടുന്നത് എനിക്കത് ഡിഫറൻസ് തോന്നിയത്, ബാച്ചിൽ ലൈക്ക് ആപ്പിലുള്ള ബാച്ച് കുട്ടികൾക്ക് അത്രയും ഫിൽറ്റർ ചെയ്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. കാരണം യൂട്യൂബിൽ വരുന്ന ക്ലാസ് ഭയങ്കര ലോങ് ആയിരിക്കും, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയാലും ഭയങ്കര ലോങ് ആയിരിക്കും. ബട്ട് ബാച്ചിലുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു 40 minutes, അതേപോലെ തന്നെ 1 hour, കൂടിപ്പോയാൽ 1 hour ഒക്കെയാണ് അവർ ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യുന്ന വീഡിയോ ടൈം വരുന്നത്, ക്ലാസ് ടൈം. യൂട്യൂബിലാണെങ്കിൽ അത് ഒരു 2 hours 2.5 hours ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആപ്പിൽ അത്രയും ഫിൽറ്റർ ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻസ് തരുന്നത്. അതേപോലെ തന്നെ ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട് കേട്ടോ, ആപ്പിലുള്ള ക്ലാസ്സും കാണാം, അതേപോലെ തന്നെ യൂട്യൂബിലും ഞാൻ അവർ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാമിന് എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല, അവർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും പക്കാ വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് എക്സാം ടൈം ഞാൻ UAE-ലായിരുന്നു ഉണ്ടായിരുന്നത്. മലയാളം ഫസ്റ്റ്, അതായത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും അവിടെ ഇല്ല. അതിന് പകരം അഡീഷണൽ ഇംഗ്ലീഷും സ്പെഷ്യൽ ഇംഗ്ലീഷും എന്നുള്ള 2 സബ്ജക്റ്റാണ് ഉള്ളത്. അതൊന്നും ഞാൻ മലയാളം പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാൻ ഓരോന്ന് കാണാൻ തുടങ്ങി, ലൈക്ക് എക്സാമിൻ്റെ തലേന്ന് ഞാൻ ഇരുന്ന് കണ്ടു. അങ്ങനെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് എക്സാം നടന്നില്ല. അപ്പം നാട്ടിലായാലും ഇത് പലർക്കും അറിയില്ല. UAE GCC കൺട്രീസിലുള്ള കുട്ടികൾക്ക് പബ്ലിക് എക്സാം നടന്നില്ല എന്നുള്ളത് പലർക്കും അറിയില്ല. അത് എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. അപ്പോൾ ഇന്ന് നടക്കും എക്സാം, നാളെ നടക്കും എന്ന് പറഞ്ഞിട്ട് എക്സാം നടന്നില്ല. ബട്ട് എന്നാലും ഞാൻ ഫുള്ള് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. സൈലത്തിൻ്റെ ആയാലും അതേപോലെ തന്നെ MS സൊല്യൂഷനിൽ ഇവർ പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഇടുന്നതായാലും ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇതിൽ എനിക്ക് 2 സങ്കടമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റത്തെ സങ്കടം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ മാർച്ച് ടൈമാണ് നാട്ടിലെ എക്സാം നടക്കുന്നത്. നാട്ടിലെ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി, അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ UAE-ലുള്ള കുട്ടികൾ, എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ടെൻഷൻ. ലൈക്ക്
എക്സാം നാട്ടിൽ കഴിഞ്ഞു. അപ്പം ഇനി ഏപ്രിലിൽ മിക്കവാറും അവർ വോറൊക്കെ നിർത്തിയാൽ മിക്കവാറും നടക്കുമായിരിക്കും. ഒരു 10 to 15 days എടുത്താൽ ലൈക്ക് എല്ലാം കൂടെ എന്തായാലും നമുക്ക് 1 month ടൈം കിട്ടിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു സ്റ്റഡി ലീവ് കിട്ടുമെന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ടെൻഷനായിരുന്നു. ഏപ്രിലങ്ങാണ്ട് നടന്നാലോ, ടൈം കിട്ടിയില്ലെങ്കിലും ഒന്നി ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നിക്ക് ടഫായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈം അറ്റ് ലാസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് കിട്ടി, എക്സാം കംപ്ലീറ്റ്ലി ക്യാൻസലായി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈം കുറച്ച് ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഈ MS സൊല്യൂഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലേ, മിക്ക ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അറിയാം. പകുതി മുക്കാൽ ക്വസ്റ്റ്യൻസും ലൈക്ക് ഒരു സബ്ജക്റ്റിലല്ല, എല്ലാ സബ്ജക്റ്റിലും, അധിക സബ്ജക്റ്റിലും വന്നിട്ടുണ്ട് അവർ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പിന്നെ ലൈക്ക് കുറച്ച് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഈ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ, എൻ്റെ കാര്യം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് ഞാൻ എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റിലും, അതായത് 10 സബ്ജക്റ്റിലും A+ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എക്സാം നടന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ സൈലത്തിൻ്റെയും പിന്നെ ഈ MS സൊല്യൂഷൻ, വേറെ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ, പിന്നെ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് തരുന്ന ക്ലാസ്, ഇതിൽ 4 വെച്ച് നോക്കുമ്പം MS സൊല്യൂഷനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് കൊടുക്കുക. കാരണം സൈലം, അതേപോലെ സൈലത്തിൻ്റെ കുറേ കുട്ടികളുണ്ടാവും. സൈലത്തിന് ഞാൻ ഒട്ടും മോശം പറയുന്നില്ല, കാരണം 1 year ഞാൻ അവരുടെ ക്ലാസ് കണ്ടതാണ്. സൈലും MS സൊല്യൂഷനും വെച്ചുള്ള ഡിഫറൻസ് പറയാമെന്നുണ്ടെങ്കിൽ, സൈലത്തിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ക്ലാസ് എടുക്കും. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ലൈക്ക് കൊച്ചു കുട്ടികൾക്ക് UKGയിലുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾക്ക് പറഞ്ഞു തരും. അത് ഭയങ്കര ഒരു അടിപൊളി കാര്യമാണ്. കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയത്. കാരണം അത്രയും പേഷ്യൻസോടെ ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരും അവരുടെ ക്ലാസ്, ഓരോ ടീച്ചേഴ്സ്. അപ്പോൾ അതാണ് സൈലത്തിലുള്ള മെയിൻ കാര്യം പറയുന്നത്. MS സൊല്യൂഷനിലുള്ള മെയിൻ കാര്യം, അവർ എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത് എക്സാമിന് വരും. അപ്പോൾ അതാണ് ഇവർ 2 ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് സൈലത്തിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കും, MS സൊല്യൂഷനിൽ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന വരികയും ചെയ്യും. അപ്പോൾ ഈ 2 ക്ലാസ്സും കണ്ടിട്ട് എനിക്ക് നല്ല ഗുണമാണ്. കാരണം എക്സാം നടന്നിട്ടില്ലെങ്കിലും എനിക്കറിയാം, ഞാൻ ആ പേപ്പർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ എക്സാം കഴിയുമ്പോൾ. അപ്പോൾ ഓരോ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. 2 ക്ലാസ്സും കണ്ട് പിന്നെ നമ്മളും പഠിച്ച് ഫുള്ള് സെറ്റ് ആകുമ്പോഴത്തേനും നല്ല സിമ്പിളായിരുന്നു എക്സാം. പിന്നെ നമ്മൾ GCC കൺട്രീസിലുള്ള കുട്ടികൾ, ഇപ്പം നമുക്ക് ടീച്ചേഴ്സ്, എൻ്റെ സ്കൂളിലൊക്കെ നമുക്ക് ടീച്ചേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, 10th ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, പിന്നെ റിവിഷൻ, പ്രീ മോഡൽ എക്സാം എന്നിട്ട് 4 എക്സാമായിരുന്നു നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാംസിലൊക്കെ ടീച്ചേഴ്സ് അത്രയും ടഫായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ടീച്ചേഴ്സ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാംസ് പാസ്സാവാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും പഠിച്ച് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് നാട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പം ഇറ്റ്സ് സോ സിമ്പിൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാളും. അപ്പോൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടേണ്ടതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല, കുഴപ്പമില്ല. ഞാൻ ഏതൊരു ക്ലാസ്സിനെയും ഞാൻ മോശമായിട്ട് പറയുന്നില്ല, രണ്ടും അടിപൊളിയാണ്. സൈലത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കും, MS സൊല്യൂഷനിൽ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ഇപ്പോൾ നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് മിനിറ്റ്സ് നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് MS സൊല്യൂഷനാണ് ബെറ്റർ. അല്ലാതെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൈലാണ് ബെറ്റർ. ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് മിക്ക ക്ലാസ്സൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, ടു ബി ഹോണസ്റ്റ്. ഞാൻ ഇപ്പോൾ ബോറടിക്കുന്ന ടൈമൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം, നമ്മൾ സ്റ്റുഡൻസ് ആണ്. കുറേ ക്ലാസ്സിന് അവിടെ ആണെങ്കിൽ ഒരു ബ്രേക്ക് പോലും ഇല്ല. ലൈക്ക് നമുക്ക് ആകെ ഒരു ബ്രേക്കാണ് കിട്ടുന്നത്, 10 minutes. അല്ലാതെ ഫുൾ 8 പീരീഡും ക്ലാസ്സാണ്. അപ്പോൾ ബോറടിച്ച് ആകുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ക്ലാസ് ഒന്നും അത്ര തലയിൽ കയറില്ല എടുക്കുന്നതൊന്നും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് സൈലത്തിൻ്റെ ക്ലാസ് കാണും. ഒരൊറ്റ ക്ലാസ് കാണുമ്പോൾ തന്നെ എല്ലാം നമുക്ക് ആ പഠിപ്പിച്ച കാര്യങ്ങൾ ഫുള്ള് മനസ്സിലാവും. എൻ്റെ കാര്യം ഞാൻ പറയണേ, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ബാച്ചിനെയും ഞാൻ മോശമാക്കിയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റ് സൊല്യൂഷൻ കേട്ടോ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലേക്കോ അല്ലെങ്കിൽ 11th 10th ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും സൊല്യൂഷൻ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ക്ലാസ്സൊക്കെ കേൾക്കുന്നത് അടിപൊളിയായിരിക്കും. അത് നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നില്ല, ഹെൽപ്ഫുൾ ആയിരിക്കും നല്ല രീതിയിൽ. അതേപോലെ സൈലത്തിലായാലും ക്ലാസ് നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആപ്പിൽ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും അടിപൊളിയാണ്. ബട്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ പറയുന്നത് സൊല്യൂഷനിലാണ്. ഞാനിത് പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല, എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ 4 അതായത് സൊല്യൂഷൻ സൈലം, ഓഫ്ലൈൻ ട്യൂഷൻ, അതേപോലെ തന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് തരുന്ന പ്രാക്ടീസ് ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസ്, ഇതിൽ 4 വെച്ച് നോക്കുമ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് സൊല്യൂഷനാണ് ബെറ്റർ. ഓക്കെ, അല്ലാതെ നമുക്ക് ലാസ്റ്റ് ഇരുന്നിട്ട് നമുക്ക് ഫുള്ള് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫുൾ പോർഷൻ കവർ ചെയ്യാന്നുള്ളത് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിൽറ്റേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ സൊല്യൂഷനാണ് ബെറ്റർ. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈനാണ് ബെറ്റർ. ഓക്കെ, സോ ഇതാണ് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്. ലാസ്റ്റ് മിനിറ്റ് ചേർന്നിട്ടും അത് അത്രയും അടിപൊളിയായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് സോ ഹെൽപ്ഫുൾ. നിങ്ങൾ 10th ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചേർത്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവില്ല. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള സങ്കടമുണ്ട്, ബട്ട് കുഴപ്പമില്ല. സ്റ്റിൽ ഐ ഡിഡ് ഗുഡ് മാർക്സ്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. റിസൾട്ടൊക്കെ വന്നു, ഐ എം സോ ഹാപ്പി. പിന്നെ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മാർക്ക് കിട്ടുമായിരുന്നു എന്ന് ഐ ഗസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ബാച്ചിൽ ചെയ്യുക. ഓക്കെ, സോ ഇറ്റ്സ് സോ ഹെൽപ്ഫുൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.